ഇന്നലെ ആരംഭിച്ച ഇന്ത്യ-ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫി മത്സരത്തിൽ ആദ്യ ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയയുടെ ശക്തമായ പേസ് ബോളിംഗ് അറ്റാക്കിൽ 150 ഒതുങ്ങിയ ഇന്ത്യ രണ്ടാം ദിനം അതേ നാണയത്തിൽ തന്നെ ഓസ്ട്രേലിയയെ തിരിച്ചടിച്ചിരിക്കുകയാണ്. അവരെ 104 റൺസിനാണ് പുറത്താക്കിയത്. ഇന്ത്യൻ ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറയുടെ മിന്നൽ ബൗളിംഗ് ഓസ്ട്രേലിയയെ നല്ലപോലെ തളർത്തിയിരിക്കുകയാണ്. ആദ്യ ദിനം 67-7 എന്ന നിലയിൽ അവസാനിച്ച ഓസ്ട്രേലിയ രണ്ടാം ദിനം 37 റൺ എടുക്കാനേ സാധിച്ചുള്ളൂ. ഇന്ത്യക്കായി ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറ 5 വിക്കറ്റാണ് നേടിയത്. എന്നാൽ ഇപ്പോൾ ഓസ്ട്രേലിയൻ ബൗളർമാരെ തളർത്തുന്ന പ്രകടനമാണ് ഇന്ത്യൻ ഓപ്പണർമാർ കാഴ്ചവെക്കുന്നത്. രണ്ടാം ഇന്നിംഗ്സിൽ ജയ്സ്വാൾ രാഹുൽ ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് 177 റണ്ണിന്റെ കൂട്ടുകെട്ടാണ് പടുത്തുയർത്തിയത്. സെഞ്ചുറി ലക്ഷ്യമിടുന്ന ഓപ്പണർ ജയ്സ്വാൾ 90 റണ്ണുമായും KL രാഹുൽ 62 റണ്ണുമായും ഇപ്പോഴും ക്രീസിൽ തുടരുന്നു. ആദ്യ ഇന്നിംഗ്സിലെ 46 റണ്ണിന്റെ ലീഡും രണ്ടാം ഇന്നിംഗ്സിലെ സ്കോറും ഉൾപ്പെടെ 218 റണ്ണിന്റെ ലീഡുണ്ട് ഇപ്പോൾ ഇന്ത്യക്ക്. ഓസീസ് നായകൻ പാറ്റ് കമ്മിൻസ് 7 ബൗളർമാരെ പരീക്ഷിച്ചു നോക്കിയെങ്കിലും ഇന്ത്യൻ ഓപ്പണിംഗ് കൂട്ടുകെട്ട് അവസാനിപ്പിക്കാനായില്ല. ഇന്നത്തെ ദിവസം 2 സിക്സ് അടിച്ച് ജയ്സ്വാൾ പുതിയൊരു റെക്കോർഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഒരു കലണ്ടർ ഇയറിൽ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ സിക്സ് എന്ന നേട്ടമാണത്. 34 സിക്സ് ഇതുവരെ ഈ കലണ്ടർ വർഷത്തിൽ ജയ്സ്വാൾ നേടി. കൂടാതെ ഓസ്ട്രേലിയൻ മണ്ണിൽ മറ്റൊരു റെക്കോർഡും കൂടി തകർക്കാൻ ജയ്സ്വാൾ രാഹുലിനും സാധിക്കും. ഓസീസ് മണ്ണിൽ ഇന്ത്യ നേടുന്ന ഏറ്റവും ഉയർന്ന പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് 1986-ൽ സുനിൽ ഗവാസ്കറും ശ്രീകാന്തും കൂടി നേടിയ 190 റണ്ണാണ്. ഇന്നലെ 41 റണ്ണെടുത്ത നിതീഷ് കുമാറിന്റെ പ്രകടനത്തിലാണ് ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 150 നേടിയത്.